വയനാട് ടൗൺഷിപ്പിലെ വീടിന് വിള്ളലുണ്ടെന്ന ആരോപണം ഉന്നയിച്ച നൌഫൽ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് വീടുകൾ കൈമാറുന്നു. ഇതോടെ ടൗൺഷിപ്പിൽ കൈമാറിയ വീടുകളുടെ എണ്ണം 134 കഴിഞ്ഞ ദിവസങ്ങളിലായി 123 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നു. വിവരങ്ങളുമായി ലിൻഡോ തോമസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ലിൻഡോ, ഇപ്പോൾ എത്ര വീടുകളാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ടൗൺഷിപ്പിലെ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ കൈമാറ്റം ഉപഭോക്താക്കൾക്ക് കൈമാറുന്ന പ്രവർത്തികൾ തുടരുകയാണ്. നിലവിൽ സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളലുണ്ടെന്ന് ആരോപണം ഉന്നയിച്ച നൌഫലിൻ്റെ 1-ാം സോണിലെ എ ക്ലസ്റ്ററിലെ 8-ാം നമ്പർ വീടടക്കം 11 വീടുകളാണ് ഇന്ന് കൈമാറുന്നത്. ഇന്ന് 11 വീടുകളാണ് കൈമാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 123 വീടുകൾ കൈമാറിയിരുന്നു. ഇപ്പോൾ ഇന്ന് 11 വീടുകൾ കൈമാറുന്നതോടുകൂടി ആകെ 134 വീടുകൾ ഈ ടൗൺഷിപ്പിൽ കൈമാറും. ഒപ്പം ഈ ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് ഈ ഒന്നാമത്തെ ഫേസ് 1-ൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് കൈമാറുന്നത്. നിലവിൽ ഇതിൽ 134 വീടുകൾ കൈമാറിയിട്ടുണ്ട്. ഈ മൂന്ന് ഘട്ട ഈ പരിശോധനകൾക്ക് ശേഷമാണ് ഈ വീടുകൾ കൈമാറുന്നത്. ആദ്യം ULCCയും പിന്നീട് ULCCയും കിഫോണും അടങ്ങുന്ന സംഘവും, ഒപ്പം ഏറ്റവും അവസാനം ഉപഭോക്താക്കളടക്കം ഉള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വീടുകൾ കൈമാറുന്നത്. ഇന്ന് 11 വീടുകൾ കൈമാറുന്നതോടുകൂടി ആകെ 134 വീടുകൾ ടൗൺഷിപ്പിൽ കൈമാറും.